ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോം തിയേറ്റർ സെറ്റപ്പിൻ്റെ അകത്ത് ഇൻറ്റീരിയർ ലൈറ്റ്സ്, ഒരു ആംബിയൻസ് ലൈറ്റ് സെറ്റ് ചെയ്യുന്ന, ഒരു ലോ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്യുന്ന ലൈറ്റും ഹോം തിയേറ്റർ സെറ്റപ്പും ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മൾ നല്ലൊരു സബ്വൂഫറും വേണം. അതാണ് മെയിൻ. സബ്വൂഫറാണ് നമ്മളെ ഹോം തിയേറ്ററിൻ്റെ മെയിൻ സംഭവം. അതാണ് മെയിൻ. ഇതിപ്പോൾ നമ്മളൊരു വീഡിയോ ഒരു 5.1 നമ്മൾ ഡൗൺലോഡ് ചെയ്തൊരു 5.1 ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. അല്ല നമ്മൾ യൂട്യൂബിൽ നിന്ന് കയറി ഇടുന്നതല്ല. യൂട്യൂബിലും സെയിം വീഡിയോ കിടപ്പുണ്ട്, പക്ഷെ അത് 2 ചാനൽ വീഡിയോ. യൂട്യൂബിലെല്ലാം സ്റ്റീരിയോ ആണ്. നമ്മളപ്പോൾ അതിൻ്റെ അകത്ത് കയറി അത് വീഡിയോ അതിൻ്റെ അകത്ത് ഇത് കിടപ്പുണ്ട്. അത് കയറി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോ ആണ് എല്ലാ സ്പീക്കറിലും കൂടെ കേൾക്കുന്നത്. അല്ലാതെ കറക്റ്റ് 5.1 കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ നമ്മളെല്ലാം ഡൗൺലോഡ് ചെയ്യണം. പിന്നെ നമ്മൾ സബ്ബിൻ്റെ കാര്യമുണ്ട്. സബ്ബ് നമ്മൾ നല്ലൊരു സബ്ബാണെങ്കിൽ നമുക്കൊരു ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ തന്നെ ആയാലും ഈ ഇല മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ശബ്ദം, ഒരു ചെറിയൊരു ബേസ് ഉണ്ട്. അത് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു നല്ലൊരു സബ്ബ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇതൊക്കെ നല്ലോണം കിട്ടും. നമ്മൾ മറ്റേ നോർമൽ ചെറിയ സബ്ബിലൊക്കെ ഒരു ബാസ് കണക്ക് വരും, പക്ഷേ ആ ഒരു ഡെപ്ത് നമുക്ക് കിട്ടത്തില്ല. അതിനാണ് അത് ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നല്ലൊരു സബ്ബ് നമ്മൾ എങ്ങനെയായാലും സെറ്റ് ചെയ്യുക. നമ്മളൊരു വീഡിയോ ടെസ്റ്റ് ചെയ്യുന്നതാണ് 5.1ൻ്റെ ലെഫ്റ്റും റൈറ്റും. ഇതിൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഓരോ ചാനലിലും സൗണ്ട് വരുന്നത് കറക്റ്റ് നമുക്കറിയാൻ പറ്റും. അത് കറക്റ്റ് 5.1 ആണെങ്കിൽ ഓരോ സ്പീക്കറിലും ഓരോ ഇതായിട്ട് ഈ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെൻറ്റർ കേൾക്കുന്നു, ഇപ്പം ഫ്രണ്ട് റൈറ്റ്, അപ്പോൾ റൈറ്റ് സ്പീക്കറിൽ നിന്ന് മാത്രം കേൾക്കും. കണക്ക് റിയറിൻ്റെ ലെഫ്റ്റ്, റിയർ റൈറ്റ്, പിന്നെ സബ്ബ് സെപ്പറേറ്റ്. അങ്ങനെ 5.1 കറക്റ്റ് ഓഡിയോ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് കൊടുക്കുന്ന സോഴ്സും നമ്മൾ വീഡിയോ കൊടുക്കുന്നതും ഏതാണെന്ന് വെച്ചാലും അതും ഒന്ന് ഡോൾബിയോ DTSോ അതിന് സപ്പോർട്ട് ഫയലായിരിക്കണം. നല്ല നമുക്കും ഓഡിയോ ആ ഒരു ഇതിൽ 5.1 ആയാലും നമുക്ക് കിട്ടാത്തുള്ളൂ. ഇപ്പം സബ്ബിൻ്റെ ഇതാണ്. സബ്ബ് നല്ല പവറാണെങ്കിൽ നല്ല അടിപൊളി ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് സീലിംഗ് ഒക്കെ കിടന്ന് വിറയ്ക്കുന്നൊക്കെയുണ്ട്, പക്ഷെ വിറയ്ക്കാത്ത രീതിയാണ് സെറ്റ് ചെയ്യുക. നമുക്കിതൊരു ഓഡിയോ ടെസ്റ്റ് നമ്മളെല്ലാം കേൾപ്പിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നത്. നമുക്ക് മാക്സിമം ആ ഒരു ഇത് കിട്ടത്തില്ല, കാരണം ഡയറക്റ്റ് അതിൻ്റെ നേരെ ഇരുന്നാലേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. സബിൻ്റെ ഒക്കെ മൈക്കിൻ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൻ്റെ മൈക്ക് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പയനിയറിൻ്റെ ഒരു 12 ഇഞ്ചിൻ്റെ സബാണ്. ഒരു കുറഞ്ഞ ഒരു 10 ഇഞ്ചെങ്കിലും ഒരു നോർമൽ ഇതിലാണ് റൂമിലൊരു 10 ഇഞ്ചെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു എത്ര ചോയ്സാണ്. നല്ല ഡീപ്പ് ബേസ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 10 ഇഞ്ച് സബ്ബെങ്കിലും മിനിമം വേണം. അതിപ്പോൾ ഹാളായതുകൊണ്ട് ഒരു 12 ഇഞ്ച് വെച്ചത്. അത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ സെറ്റപ്പ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് എല്ലാം വില കുറഞ്ഞ നോർമൽ ടൈപ്പ് ഇതാണ്. ഇത് നമ്മൾ കോപ്പർ LED വയറെന്ന് പറഞ്ഞാൽ നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. കുഞ്ഞ് വാം ലൈറ്റാണ്. USB-യിൽ കൊടുത്തേക്കുവാണ്. TV-യിൽ ഒരു 10 മീറ്റർ വരും. അത് നമ്മൾ ചുറ്റി ഒട്ടിച്ച് കൊടുത്തേക്കുവാണ്. ഇത് നമ്മൾ ഒരു തടി ബോക്സ് കണക്ക് പണിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ സ്മാർട്ട് ബൾബ് ജസ്റ്റ് വെച്ചേക്കണം. ഇത് സിസ്കയുടെ സ്മാർട്ട് ബൾബാണ്. സിസ്കയുടെ ഇതിന് വിലക്കുറവാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് വാം ലൈറ്റ് ഇല്ല. ബാക്കി എല്ലാ കളറും നമുക്കുണ്ട്. ഇത് നമ്മളൊരു 3D വാൾ സ്റ്റിക്കർ ജസ്റ്റ് TVയുടെ ബാക്കിൽ വെള്ള വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ RGB കളർ കറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈറ്റ് കളർ ചൂസ് ചെയ്ത് കൊടുത്തത്. അതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മൾ കാണിച്ച TVയുടെ ബാക്കിൽ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ 10 മീറ്ററിൻ്റെ ലൈറ്റ് ആമസോണിലുണ്ട്. ഇടയ്ക്ക് നമുക്കൊരു പീസ് 125-നാണ് ഇടയ്ക്കൊരു ഓഫർ വന്നപ്പോൾ കിട്ടിയത്. പല റേറ്റിൽ അവൈലബിളാണ്. ഇതാണ് നമ്മൾ സീലിങ്ങിൻ്റെ മുകളിലും ചുറ്റും കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത് കൊടുക്കുകയോ അല്ലെങ്കിൽ RGB സ്ട്രിപ്പോ കൊടുക്കുക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ പൈസ അനുസരിച്ച്. കാരണം RGB സ്ട്രിപ്പിന് ഒരു റേറ്റ് വരുന്നുണ്ട്. മറ്റേ സ്മാർട്ട് ബൾബാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്മാർട്ട് ബൾബിന് ഏകദേശം 10, 300, 400, 500 പല റേറ്റ് വരുന്നുണ്ട്. ഓഫർ വരുമ്പം നോക്കി ഓടിക്കുക. സ്മിച്ചിൻ്റെത് ഇടയ്ക്ക് റേറ്റ് കുറഞ്ഞപ്പോൾ നമുക്ക് 300 രൂപയ്ക്ക് കിട്ടിയായിരുന്നു. ഇത് നമ്മൾ ഈ ഇവിടെ ഒരു USB കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ബാറ്ററിയിൽ നിന്ന് എടുത്ത് ഒരു ബക്ക് ബൂസ്റ്റർ കൺവേർട്ട് ചെയ്ത് 12നെ 5 വോൾട്ടിലോട്ടാക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഒരു സ്വിച്ച് വെച്ചാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഒരു അഡാപ്റ്റർ കൊടുക്കാതെ ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. കാരണം അതിൻ്റെ അടുത്ത് തന്നെ ബാറ്ററി ഇരിക്കുന്നതുകൊണ്ട് വേറെ ഇത് കൊടുത്തില്ല. അതാണ് നമ്മൾ ലൈറ്റിംഗ് സെറ്റപ്പ്. നമുക്ക് ഓഡിയോ സെക്ഷനിൽ ഇവിടെ എന്തൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നതെന്ന് നോക്കാം.
മുമ്പായിട്ട് നമ്മൾ ടി വി സ്മാർട്ട് ടി വി MIയുടെ ടി വിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതൊരിപ്പോൾ 1.5 വർഷം ആണ്ടായി. ഒരു 10-50 ഇഞ്ച് ഉപയോഗിക്കുക, അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ 50 ഇഞ്ചിൻ്റെയാണ്. ഇത് നമ്മൾ പൈനിയറിൻ്റെ സബ്വൂഫറാണ്, 12 ഇഞ്ചിൻ്റെ സബ്. നമ്മൾ കാർ ആമ്പ് യൂസ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. കാർ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ മേടിച്ച് അത് 2 ചാനൽ ആമ്പ് മേടിച്ചിട്ട് അത് ബ്രിഡ്ജ് ചെയ്ത് നമ്മൾ മോണോ ബ്രിഡ്ജ് ചെയ്ത് ഒറ്റ ചാനലാക്കിയാണ് നമ്മൾ ഈ സബിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് 3000 സംതിങ് രൂപ ആ റേഞ്ചിൽ നമുക്കിത് കിട്ടിയത്. സബ്ബും 3000 സംതിങ്ങേ ഉള്ളൂ. പിന്നെ ബോക്സ്, ഇത് പൈനിയറിൻ്റെ സബ് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഏകദേശം 190 വാട്ട് RMS 4 ohmൽ കിട്ടും. അത് മതി. പിന്നെ അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ച് വെക്കാം. അതിൻ്റെ വ്യത്യാസങ്ങളും ചെറുതായിട്ട് കാണും. ഇത് തന്നെ നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മളല്ലാതെ പണിഞ്ഞെടുത്ത എല്ലാം കൂടെ തട്ടിക്കൂട്ടി പണിഞ്ഞെടുത്ത ഒരു ആംപ്ലിഫയറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഓഡിയോ റഷ് വെച്ചിട്ട് ടി വിയിൽ നിന്ന് കോആക്സിൽ വഴി ഓഡിയോ റഷി കയറിയിട്ട് 5 ചാനൽ ഔട്ട് വരും. അത് നേരെ നമ്മളെ സൗണ്ട് മറ്റേ റിമോട്ട് കിറ്റി വന്നിട്ട് അതിൽ നിന്ന് ആംപ്ലിഫയറിലോട്ട് സെൻട്രൽ ചാനലിൻ്റെ ആംപ്ലിഫയറാണ്. നമ്മളത് സെപ്പറേറ്റ് വേറെ വെച്ചേക്കുവാണ്. അതിൻ്റെ അകത്തിരുന്ന് കൊടുപ്പില്ല, ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ സബിന് കാറാകുമ്പോൾ നമുക്ക് അതിന് പവർ സപ്ലൈ വരണം. അത് 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ 30 ആംപിയർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ടി വി കൊടുക്കുമ്പോൾ എപ്പോഴായാലും ഒരു സ്റ്റെബിലൈസർ കൊടുക്കുക, ഇല്ലെങ്കിൽ വോൾട്ടേജ് ഡൗൺ ആയി പെട്ടെന്ന് വരുന്ന വോൾട്ടേജിലൊക്കെ ടി വിയുടെ ബോർഡ് പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റെബിലൈസർ നമ്മൾ നിർബന്ധമാണ് നമ്മൾ ടി വിയിൽ കൊടുക്കുക. നല്ല എക്യുപ്മെൻറ്റ്സിൽ വേണ്ട എല്ലാം നമുക്ക് സ്റ്റെബിലൈസർ കൊടുക്കുക. നമ്മൾ ആംപ്ലിഫയർ അതിലാണ് എല്ലാ റിയറും ഫ്രണ്ടും ഇതെല്ലാം കൊടുത്തേക്കുന്നത്. നമ്മൾ റിയർ കൊടുത്തേക്കുന്ന ഒരു പഴയൊരു ക്രിയേറ്റീവിൻ്റെ ഒരു ഇതെടുത്തിട്ട് വേറൊരു ആമ്പ് വെച്ച് സെറ്റ് ചെയ്താണ് റിയർ കൊടുത്തേക്കുന്നത്. ചെറിയ റിയർ കൊടുത്തേക്കുന്നത് വെച്ചാൽ നമ്മൾ ഇച്ചിരി നല്ല ബാക്കിലോട്ടിരുന്നാണ് കാണുന്നത്. അപ്പം ഇത് തന്നെ ധാരാളമാണ്, നമുക്ക് എല്ലാ റിയർ അറിയാൻ പറ്റും. ഇത് ചരിച്ച് നമ്മൾ താഴോട്ട് ഫേസ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഇപ്പം നല്ല കട്ടിയുള്ള കർട്ടൻ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ആയാലും നമുക്ക് ഒരു റൂമിനകത്ത് ഒരു ഇരുട്ടുണ്ടെങ്കിലേ സിനിമ കാണാൻ ഒരു രസമുള്ളൂ. ഇതണക്കുള്ള കട്ടിയുള്ള കർട്ടനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ RGB സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു നമ്മൾ ഈ ക്യാമറ കാണുന്ന കണക്കൊന്നുമല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു നല്ല ഭംഗിയാണ്, ഒരു രസമാണ്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സൗണ്ട് ബാറും ഇതേപോലെ 5 സ്പീക്കർ ഡിഫറെൻ്റ് ഉള്ള 5.1 കാര്യമാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സെൻറ്ററായിട്ട് ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്പീക്കേഴ്സ് വരും. ലെഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന അറിയാൻ പറ്റും, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിലെ സൗണ്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, സെൻറ്റർ ആണെങ്കിൽ സെൻറ്ററായിട്ട് അറിയാൻ പറ്റും. എന്നാൽ സൗണ്ട് ബാർ ആണെങ്കിൽ ഇത്രയുള്ളൊരു ബാർ പോലെ ഇതാണ് കല്ലിച്ചൂടെ നീളത്തിലുള്ളതായിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ അങ്ങേയറ്റത്ത് ലെഫ്റ്റും റൈറ്റും സെൻറ്ററും. അപ്പോൾ എല്ലാം ഒരേ സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ. മാക്സിമം ഈ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും സെൻറ്ററും ഒരേ സ്പീക്കർ ടൈപ്പ് യൂസ് ചെയ്യുമ്പം അതായിരിക്കും ഇച്ചിരി ബെറ്റർ. ഇതിപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് സ്പീക്കറാണ് യൂസ് ചെയ്തേക്കുന്നത്, ഒരേ ഈ സ്പീക്കർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ സ്പീക്കർ വെക്കുമ്പോൾ മാക്സിമം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ ചെവിയുടെ ഹൈറ്റിൽ വേണം സ്പീക്കറിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ മാക്സിമം സ്പീക്കറിൽ സറൗണ്ടും എല്ലാ ചാനലും ലെഫ്റ്റ് റൈറ്റും പോകുന്നത് എല്ലാം നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ആ ഒരു റേഞ്ചിൽ വെക്കുന്നതാണ് ഇച്ചിരി ബെറ്റർ. പിന്നെ 5.1 കിട്ടുമ്പോൾ നമ്മൾ സോഴ്സും അത് 5.1 ആയിരിക്കണം. ഇതിപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്ത് കണ്ട 5.1 എന്ന് കാണിക്കും. അത് കറക്റ്റ് നമുക്ക് 5.1 നെറ്റ്ഫ്ലിക്സിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ ഇതിലും ഇത് കാണിക്കുകയും ചെയ്യും. നമുക്ക് കറക്റ്റ് കിട്ടുന്നതെന്ന് നോക്കണം, ചിലത് കിട്ടുന്നതുമില്ല. എനിക്ക് ചിലതിൻ്റെ അകത്തൊന്നും ചില ആപ്ലിക്കേഷനിൽ കിട്ടുന്നില്ല. നമ്മൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇതിൻ്റെ അകത്തും നമുക്ക് 5.1 കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത് നോക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് 5.1 എന്ന് കാണിക്കും, ചില സമയം കാണിക്കത്തില്ല. അപ്പം ടി വിയുടെ സെറ്റിംഗ് കയറി ഓഡിയോ സെറ്റിംഗ് ചേഞ്ച് ചെയ്യുമ്പോൾ 5.1 എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലും കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ആമസോൺ പ്രൈമിൽ കിട്ടുന്നില്ലായിരുന്നു. അത് 5.1 എന്ന് കാണിക്കുന്നു. അത് കറക്റ്റ് 5.1 കിട്ടും. നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ സംസാരിക്കുന്ന വോളിയം കിട്ടും. നമുക്ക് കറക്റ്റ് അറിയാം 5.1 ആവുന്നു. സംസാരിക്കുന്നൊരു സീൻ ഇട്ടാൽ മതി. ഇതിപ്പം ആമസോൺ പ്രൈമാണ്. ഇത് ടി വിയുടെ ആപ്ലിക്കേഷനിൽ എനിക്ക് 5.1 കിട്ടുന്നില്ല. എന്താണെന്നറിയാൻ വയ്യ. പണ്ട് കിട്ടുമായിരുന്നു, പിന്നെ അപ്ഡേറ്റിന് ശേഷം കിട്ടുന്നില്ല കുറേ നാളായി. അപ്പം ഇതിപ്പം 5.1 കാണിക്കുമെങ്കിലും 5.1 ഓഡിയോ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. സ്റ്റീരിയോ ആയിട്ട് എല്ലാത്തിലും കേൾക്കുക, ആ ഒരു ഇതിലാണ് കേൾക്കുന്നത്. കറക്റ്റ് 5.1 അല്ല ഈ പ്രൈമിൽ കിട്ടുന്നത്. ബാക്കി ഒരു ഇത് എല്ലാത്തിലും 5.1 ഉണ്ട്. പിന്നെ സോണി ലിബിലും ഒന്നും 5.1 അല്ല കിട്ടുന്നത്.
നമ്മൾ USB-യിലായാൽ പോലും 5.1 DTS ഡോൾബി ഉള്ള വീഡിയോ ഇട്ടാലേ നമുക്ക് കറക്റ്റ് 5.1 കിട്ടത്തുള്ളൂ. ഏതായാലും നമ്മൾ സോഴ്സ് 5.1 അടിക്കണം. ഇപ്പോൾ നമ്മൾ HDMI-യിൽ വേറെ ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കണക്ട് ചെയ്തതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഓഡിയോ നമുക്ക് HDMI വഴി തന്നെ ഇത് അതിൻ്റെ റിമോട്ടാണ്. നമ്മളതിൻ്റെ ഓഡിയോ എന്ന് വെച്ചാൽ ഫയർ സ്റ്റിക്കിൻ്റെ ഓഡിയോ നേരെ HDMI വഴി TV ചെന്നിട്ട് TV വഴി കോആക്സിൽ വഴിയാണ് എത്തുന്നത്. ഇതിൻ്റെ അകത്ത് പ്രൈം ഇത് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സോണി ലിവില്ല, ബാക്കിയെല്ലാം നമുക്ക് 5.1 കിട്ടുന്നുണ്ട്. എടുത്ത് നമുക്ക് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഡോൾബി ആണോ ഏതാണെന്ന് അറിയാൻ പറ്റും. ഇപ്പം പ്ലേ കൊടുത്ത് അതിൻ്റെ അകത്ത് തന്നെ റിമോട്ട് ഈ ഒരു ഓപ്ഷൻസ് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഡോൾബി സ്റ്റീരിയോ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഡോൾബിയിൽ വേണോ സ്റ്റീരിയോയിൽ വേണോ. ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 5.1 ആയിട്ട് നമുക്ക് ഈ ആമസോൺ ഫയർ സ്റ്റിക്കിൽ കിട്ടും. പക്ഷേ ഈ പ്രൈം തന്നെ TV-യിലെ പ്രൈം സോഫ്റ്റ്വെയർ APK-യിൽ നമുക്ക് കിട്ടുന്നില്ല. അതെന്താണെന്നറിയാൻ വയ്യ. ഏതായാലും നമ്മൾ 5.1 ഇടുമ്പോൾ ചെക്ക് ചെയ്യുക 5.1 തന്നെ ആണോ കിട്ടുന്നതെന്ന്. ഏതെങ്കിലും സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടാൽ മതി. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹാളിൽ എങ്ങനെയായാലും നമ്മളൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 12 ഇഞ്ചെങ്കിലും വെക്കുക. ഒരു ഹാളൊക്കെ ആണെങ്കിൽ മിനിമം എങ്ങനെയായാലും 12 വേണം. അല്ലാതെ റൂമൊക്കെ ആണെങ്കിൽ ഒരു 10 ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഡെപ്ത്ത് കിട്ടത്തുള്ളൂ. ബേസിൻ്റെയൊക്കെ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഏതിൻ്റെ ആയാലും ആ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഈ വയർ കൊടുത്തേക്കുന്ന നമ്മൾ ഓഡിയോ ഇൻപുട്ട് സിഗ്നലിൻ്റെ നെഗറ്റീവും പവർ സപ്ലൈയുടെ നെഗറ്റീവും കൂടെ കൊടുത്തേക്കുന്ന ഒരു ഒരു ഗ്രൗണ്ട് അത് കറക്റ്റാകാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ പഴയ സ്പീക്കറൊക്കെ തന്നെ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം കുറഞ്ഞത് തന്നെ ഇച്ചിരി നല്ല സ്പീക്കറൊക്കെ വന്ന് ഇച്ചിരി കൂടെ വ്യത്യാസം ക്വാളിറ്റിയിലൊക്കെ വരാം. ഫ്രണ്ട് സെൻറ്ററും എല്ലാം ഒരേ സ്പീക്കർ വെച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഇത് നമ്മൾ വേറെ എനർജി മീറ്റർ വെച്ചേക്കുന്നതാണ്. അതിൻ്റെ അകത്ത് എത്ര വാട്സപ്പ് എടുക്കുന്ന അറിയാം. ഇതിൻ്റെ വീഡിയോ നമ്മൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല കറണ്ട് എടുക്കും. ഓരോ വീഡിയോയിലുള്ള വ്യത്യാസം. ഒരു കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യാവുന്നൊരു സെറ്റപ്പാണ് നമ്മൾ കാണിച്ചത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.